ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ ക്ലൈമാക്സിൻ്റെ മറ്റൊരു പ്രൊമോവും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ മാത്രമല്ല അശ്വിൻ്റെ ശ്രുതിയുടെ ഫസ്റ്റ് നൈറ്റും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീരിയലിൻ്റെ അവസാന പ്രൊമോ വിശേഷത്തിലേക്ക് തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ മുഹൂർത്ത സമയത്ത് അവിടെ എത്തുന്നില്ല കേട്ടോ. ആകെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ആകെ വിഷമിക്കുമ്പോഴേക്കും അഞ്ജലി പറയേണ്ട, ശ്രുതി നീ വിഷമിക്കേണ്ട, ഞാനല്ലേ പറയണത്, അവൻ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തും എന്ന് പറയുമ്പോൾ മനോരമ പറയണ്ട്, എൻ്റെ അഞ്ജലി ബേബി നീ എന്ത് ഉദ്ദേശത്തിലാണ് അശ്വിൻ കുഞ്ഞ് ഇവിടെ എത്തുമെന്നൊക്കെ പറയണത്? എനിക്ക് തോന്നണില്ല അവൻ ഇവിടെ എത്തുമെന്ന്. ആൻറ്റി ഞാൻ പറഞ്ഞത് ആൻറ്റി ഒന്ന് കേൾക്ക്, മുഹൂർത്തത്തിന് അതിനൊരു 5 മിനിറ്റ് കൂടി സമയമുണ്ടല്ലോ, നമുക്ക് അശ്വിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കണ്ടാവും വന്നില്ലെങ്കിൽ എന്തു പറയാനായിട്ടാണ്, ഇവിടെ കൂടിയിരിക്കണവർക്ക് നമ്മളിനി എന്തു പറയും എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ എന്താ വെച്ചാൽ നോക്കിക്കോളാം, അശ്വിൻ വന്നില്ലെങ്കിലല്ലേ എൻ്റെ കുഞ്ഞൻ വരും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ടേ, അതെ എനിക്ക് ഉറപ്പുണ്ട്, അവൻ എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും അശ്വിൻ എന്തായിരിക്കും ഇനി ലേറ്റ് ആണത്, അശ്വിൻ സാർ എന്നാലും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഇനി തന്നോട് എന്തെങ്കിലും ദേഷ്യമാണോ, തന്നോടുള്ള ദേഷ്യം അശ്വിനെ മാറിയില്ലേ എന്നൊക്കെ ഒരു വിചാരമാട്ടോ നമ്മുടെ ശ്രുതിക്ക്. ശ്രുതിയാണെങ്കിൽ പ്രീതിനെ മാറ്റി നിർത്തി വീണ്ടും ചോദിക്കേണ്ട, ചേച്ചി സത്യം പറഞ്ഞ ചേച്ചി ഇന്നലെ അവിടെ എന്തൊക്കെയാണ് നടന്നത്? അത് ശ്രുതി വേറൊന്നുമല്ല, ഷ്യാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കി ക്യാമറ വെച്ചിരുന്നു, അത് ഷ്യാമിനെയും സെലിനെയും കൈയോടെ അടിച്ചു പുറത്താക്കി. അഞ്ജലി ചേച്ചിനെയാണ് പറഞ്ഞത് ഇനി അയാളുടെ മുഖം കാണണ്ടെന്ന്, അതുകൊണ്ട് അയാളുടെ ശല്യം എന്തായാലും തീർന്നു ശ്രുതി എന്ന് പറയാണ്. ആ ഐഡിയ ഞാനാണ് അശ്വിൻ സാറിന് പറഞ്ഞു കൊടുത്തതാണോ? നിൻ്റെ ഐഡിയ ആയിരുന്നത്, എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനത്തെ ഐഡിയ നിൻ്റെ തലയിൽ വരുള്ളൂ എന്ന്. അപ്പോൾ അശ്വിൻ ചേട്ടനും ആകാശ് ചേട്ടനും കൂടിയിട്ടാണ് അതെല്ലാം ചെയ്തത്, എന്തായാലും നന്നായി എന്ന് പറയാണ്. അല്ല അതിൻ്റെ പേരിൽ അശ്വിൻ സാർ എന്തിനാ ഇന്ന് കാണാതെ ആയത്? അറിയില്ല ശ്രുതി, ഇതിൻ്റെ പിന്നെ വേറെ എന്തോ രഹസ്യമുണ്ട്, നമ്മുടെ അമ്മയും എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നണത്. അമ്മയോ? അതെ, അമ്മ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ശ്രുതി, എനിക്ക് ഉറപ്പാണ്, ചേച്ചി പറഞ്ഞ സത്യമാണ്, എനിക്കും അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛമ്മ വീട്ടിൽ പെണ്ണ് കാണാൻ വേണ്ടി വന്ന സമയത്തും അമ്മ അവിടെ നിന്ന് മനഃപൂർവ്വം ഒഴിവായി. ശേഷം ഇന്ന് വിവാഹത്തിൻ്റെ സമയത്തും അമ്മ ഒഴിവായി. വിവാഹത്തിന് മുഹൂർത്ത സമയത്ത് വരാമെന്നൊക്കെയാണ് അമ്മ പറയണത്. പക്ഷേ എനിക്ക് തോന്നണില്ല അമ്മ ഇങ്ങനെ വരുമെന്ന്, കാരണം സമയം ഇത്ര ആയില്ലേ. ശ്രുതി ഇതിന് പിന്നെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ട്, നമുക്കറിയാത്ത എന്തോ വലിയ രഹസ്യം ഉണ്ടെന്ന് പറയാണ്. എന്നാലും എന്തായിരിക്കും ചേച്ചി അത് എന്ന് ശ്രുതിയും ചോദിക്കുകയാണ്. അങ്ങനെ അവരാകെ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം അശ്വിൻ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട് അഞ്ജലി ചേച്ചി, ചേട്ടൻ വരുമോ അതോ ചേട്ടൻ ഇനി വരാതിരിക്കുമോ ചേച്ചി? എനിക്കറിയില്ല ആകാശെ, പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട് അവൻ വരുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് വരുവാണ് അശ്വിൻ്റെ കാറ്. അഞ്ജലി പറയുന്നത് കുഞ്ഞിനെത്തി എന്ന് പറയാണ്. ശ്രുതിക്കും ഭയങ്കര സമാധാനമാണ്. അപ്പോൾ വണ്ടി അശ്വിൻ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, മണവാളൻ്റെ വേഷമൊക്കെ ഇട്ടിട്ടാണ് അശ്വിൻ ഇറങ്ങണം കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമാവും. എന്തായാലും അശ്വിൻ ദേഷ്യത്തിലല്ല, ദേഷ്യത്തിലാണെങ്കിൽ മണവാളൻ്റെ വസ്ത്രം ഇടില്ലല്ലോ. അങ്ങനെ അശ്വിൻ മണവാളൻ്റെ വസ്ത്രമൊക്കെ ഇട്ട് ശേഷം പുറകേലെ ഡോറ് തുറക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങുന്ന അച്ഛമ്മ ഭയങ്കര സന്തോഷത്തിലാണ് ഇറങ്ങുന്നത്. തൊട്ട് പിന്നാലെ നമ്മുടെ അമ്മയും ഉണ്ട്. അത് കാണുമ്പോൾ പ്രീതിയും ശ്രുതിയും ആകെ അന്താളിച്ച് പോവാണ്. അമ്മ എങ്ങനെ അശ്വിൻ സാറിൻ്റെ കൂടെ എന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോഴേക്കും വേഗം തന്നെ ശ്രുതി അമ്മയുടെ അടുത്തേക്ക് പോകണ്ട. അമ്മ എങ്ങനെയും അശ്വിൻ സാറിൻ്റെ കൂടെ എല്ലാം പറയാം മോളെ, അതൊരു വലിയ കഥയാണ്. എന്തായാലും മുഹൂർത്തത്തിന് സമയമായില്ലേ, മോൻ വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വിളിക്കുകയാണ് അമ്മ. അങ്ങനെ മുഹൂർത്തത്തിന് സമയമായതുകൊണ്ട് തന്നെ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള താലി നമ്മുടെ അഞ്ജലി തന്നെ അശ്വിൻ്റെ കൈകളിലേക്ക് വെച്ച് കൊടുക്കണം. അശ്വിൻ സന്തോഷത്തോടു കൂടി തന്നെ ആ താലിമാല നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞ ശ്രുതിയുടെ അമ്മേനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയൊക്കെ നിന്റെ മാറിയല്ലോ അല്ലേ? മാറി മുത്തശ്ശി എന്ന് പറയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധാരണയോ? എന്ത് തെറ്റിദ്ധാരണ? അതൊക്കെ പിന്നെ പറയാം മോളെ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ കയ്യിലുള്ള താലി ശ്രുതിയുടെ കഴുത്തിൽ കെട്ടുവാണ്. അഞ്ജലി ശ്രുതിയുടെ മുടി ഇങ്ങനെ ഒതുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ താലി കെട്ട് കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അച്ഛമ്മ അനുഗ്രഹം തരില്ലേ, അച്ഛമ്മ വഴക്ക് പറയോ എന്നൊരു ടെൻഷൻ ശ്രുതിക്കുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയുടെ അടുത്ത് പോയിട്ട് അശ്വിൻ പറയണ്ട, അച്ഛമ്മേ ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോഴേക്കും രണ്ടുപേരും നല്ല ദീർഘായുസ്സോടെ സുമംഗലിയായിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ തലയിൽ നന്നായിട്ട് തലോടുക കേട്ടോ. ശേഷം ശ്രുതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു നീ ഇത്ര പഞ്ചപാവമാണെന്ന്, എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണകളെല്ലാം മാറിയത് ഇന്ന് രാവിലെയാണ്. അതുവരെ എനിക്ക് നിന്നോട് വല്ലാതെ ദേഷ്യം വന്നു. ഈ മാരേജിനെ ഈ കല്യാണം അശ്വിൻ നിന്നെ കഴിക്കേണ്ടെന്ന് പോലും ഞാൻ തീരുമാനിച്ചായിരുന്നു. അശ്വിൻ നിന്നെ കഴുത്തി താലി കെട്ടിയിരുന്നെങ്കിൽ ഇവരായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവാമെന്നതാണ്. പക്ഷെ എൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി മോളെ, നിനക്ക് എൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. എൻ്റെ കുഞ്ഞിനെ യോജിച്ച പെണ്ണ് തന്നെയാണ് നീ. ഞാൻ എൻ്റെ ദേഷ്യത്തിന് പുറത്ത് പലതും പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലൊന്നും വെക്കാണ്ട് നിന്നൊന്ന് തളർത്തണം
കീറണം, നിന്നെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞതാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്കും ഭയങ്കര സമാധാനമാണ്. അങ്ങനെ മനോരമയും പറയുന്നുണ്ട്, കീറസാരിക്കാരി അതെ എനിക്ക് നിന്നോട് ഇപ്പോൾ ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ, നീയും പ്രീതിയും എനിക്കിപ്പോൾ എൻ്റെ 2 മക്കളെ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് മനോരമ രണ്ടുപേരും ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ശ്രുതിയും അശ്വിനും പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാട്ടോ. അങ്ങനെ അശ്വിൻ്റെ വീട്ടിൽ ശ്രുതി വരുമ്പോഴേക്കും അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ അഞ്ജലി നടത്തുന്നുണ്ട്. അതായത് കാലം ഇങ്ങനെ മറിച്ചിട്ടിട്ട് വേണം ശ്രുതി അകത്തേക്ക് കയറാനായിട്ട്. അതൊക്കെ സന്തോഷമായിട്ട് ശ്രുതി ചെയ്യുന്നുണ്ട്. ശേഷം 2 പേർക്കും പാലും പഴവും ഒക്കെ അഞ്ജലി കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയും അച്ഛമ്മയും എല്ലാവരും കൂടെ തന്നെ കേട്ടോ. അവരുടെ വിവാഹം ഒരു ആഘോഷമായിട്ട് തന്നെയാണ് എല്ലാവരും നടത്തുന്നത്. അങ്ങനെ രാത്രി ആവുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് പാലായിട്ട് അഞ്ജലി ശ്രുതിനെ പറഞ്ഞു വിടുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ നാണമായിട്ട് വയ്യട്ടോ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഫസ്റ്റ് നൈറ്റൊക്കെ നടക്കാൻ പോണത്. ഞങ്ങൾ 2 പേരും പറ്റിച്ചു കേട്ടോ. നിങ്ങൾ 2 ഫസ്റ്റ് നൈറ്റൊക്കെ ഒരു നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചത് അല്ലേ പ്രീതി? അതേ ചേച്ചി എന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, പോ ചേച്ചി അതങ്ങനത്തെ കാര്യമൊന്നും ഇപ്പം പറയാലേ. ശ്രുതിക്ക് നാണം വന്നു. നിനക്ക് നാണമൊക്കെ ഉണ്ടോ പെണ്ണേ എന്ന് പ്രീതി ചോദിക്കുമ്പോഴേക്കും ചേച്ചി വെറുതെ ഇരിക്കും, എന്തായാലും കുഞ്ഞ റൂമിൽ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, പോയിട്ട് വാ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചിരിച്ചുകൊണ്ട് ആ പാൽ ഗ്ലാസ് വാങ്ങിച്ചിട്ട് അശ്വിൻ്റെ റൂമിലേക്ക് പോവാട്ടോ. ആ റൂം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അശ്വിൻ ഒരു വയലിൻ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് ആ വയലിൻ വായിക്കുകയാണ്. ഒരു പ്രണയഗാനമാണ് ആ വയലിനിലൂടെ അശ്വിൻ വായിക്കണത്. അത് വായിക്കുമ്പോൾ ശ്രുതിക്കും വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. കാരണം അശ്വിൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ കലാകാരൻ പുറത്തേക്ക് വരുവാണ്. വേറൊന്നല്ല, അശ്വിനെ ഈ വയലിൻ വായിക്കാനും പാട്ട് പാടാനൊക്കെ അറിയാമെന്നുള്ള കാര്യം ശ്രുതിക്ക് നാളെയാട്ടോ മനസ്സിലാവണത്. അങ്ങനെ അശ്വിൻ വയലിൻ വായിക്കുമ്പോൾ ഒരു കൃഷ്ണൻ്റെ അടുത്ത് രാധ നിൽക്കുന്ന പോലെ അശ്വിനെ ഒട്ടി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ശേഷം അശ്വിൻ ശ്രുതിനെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ശ്രുതിനെ ചേർത്ത് പിടിച്ച് ശ്രുതിയുടെ വലത് കൈകൾ ലവ് പോലെ ഇങ്ങനെ വെക്കുവാട്ടോ. നമ്മുടെ കൊറിയൻ സ്റ്റൈലിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ അശ്വിനും അതുപോലെ പിടിച്ചിട്ട് 2 പേരും ലവ് പോലെ ഇങ്ങനെ കൈകൾ കൂട്ടി വെച്ചിട്ട് 2 പേരുടെ കണ്ണുകൾ മാത്രം ആ ലവ്, അതായത് കൈ ഇങ്ങനെ ഹാൻഡ് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ ആ ഒരു ലവിൻ്റെ സിമ്പിൾ അങ്ങനെ കാണിക്കുകയാണ്. കണ്ണ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മുടെ ഇപ്പോൾ വന്ന പ്രൊമോയിൽ കാണിച്ചത്. അങ്ങനെ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. അശ്വിനും ആകാശും പ്രീതിയും ശ്രുതിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അഞ്ജലിക്ക് ഷ്യാമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഷ്യാമിൻ്റെ കുഞ്ഞ് മാത്രമല്ല അഞ്ജലിയുടെ കുഞ്ഞു കൂടിയാണത്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് അഞ്ജലിയും ആകെ മാറും കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളായി കുഞ്ഞിനെ പൊന്നുപോലെ അവനെ വളർത്തി വലുതാക്കണം. അങ്ങനത്തെ കുറേ ചിന്തകളാണ് നമ്മുടെ അഞ്ജലിക്ക്. അതേസമയം നമ്മുടെ അഞ്ജലിക്ക് ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞും അശ്വിന് ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞുമാണ് കേട്ടോ. അങ്ങനെ അശ്വിനും ശ്രുതിക്കും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നുണ്ട്. അശ്വിനെ പോലെ തന്നെ ഒരു മുൻകോപിയായിട്ടുള്ള ഒരു ആൺകുഞ്ഞ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗം തന്നെയാണ് നാളത്തെ ക്ലൈമാക്സ് എപ്പിസോഡിൽ വരാൻ പോണത്. ക്ലൈമാക്സ് പ്രൊമോ കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ചാനലിൽ ക്ലൈമാക്സ് പ്രൊമോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അവസാന എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.